ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ ഇതും ഇതിൻ്റെ റെഡും അങ്ങനെ ഇങ്ങനത്തെ കളർ 10 ഉണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് റെഡാണ് കേട്ടോ കൂടുതൽ. പിന്നെ മറ്റൊക്കെ ലൈറ്റ് കളറാണ്, പെട്ടെന്ന് ചളിയാവും. പിന്നെ ഞാൻ എവിടേക്കും പോണ സമയത്തൊക്കെയാണ് അത് ഉപയോഗിക്കില്ല. അപ്പോൾ അധികം എല്ലാവരും വിചാരിക്കും ഈ 2 ഡ്രസ്സ് കാണുമ്പോൾ ഇതന്നെ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. പിന്നെ ഇന്നത്തെ വീഡിയോസ് വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മുടെ ഏട്ടൻ പോവുകയാണ്. അപ്പോൾ പെട്ടി കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും എയർപോർട്ടിൽ പോകണില്ല, എനിക്ക് നാളെ പോകണം. അത് കാരണം ഞാൻ എന്തായാലും പോകണില്ല. പോയി വന്നാൽ ചിലപ്പോൾ എനിക്ക് മൈഗ്രൈൻ്റെ തലവേൻ്റെ ചെറിയൊരു സംഭവമുണ്ട്, അത് ഇളകിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല സീനാവും. അത് കാരണം ഞാൻ പോകണില്ല കേട്ടോ. അങ്ങനെ പാക്കിങ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കട്ടെ. കുറച്ച് സാധനം കൂടി വരാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏകദേശം ഇറങ്ങാറായി. മകൻ പോണതിൻ്റെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? സ്പെഷ്യലായിട്ടൊന്നും അധികം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇവിടെ അങ്ങനെ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. ചിക്കൻ കറി ഉണ്ട്, കൂർക്കപ്പേരി ഉണ്ട്, മത്തങ്ങ ഓലുണ്ട്, മത്തങ്ങയും പയറും കൂടി ഓലുണ്ട്. അതിലൊന്നുമില്ല, അത്രക്കന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പപ്പടം ഉണ്ട്. നല്ല പാനിപൂരി വേണമെന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തിന്നാൻ എനിക്ക് പറ്റിയില്ല. പപ്പടം ഉണ്ട്, കൊണ്ടാട്ടമുളകുണ്ട്, പിന്നെ കടുമാങ്ങ അച്ചാറ്. ഓൺലൈനിൽ ഒരു കൃഷ്ണൻ്റെ ഒരു ഫോട്ടോസ് ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സാധനം വന്നു, സെറ്റാക്കി. ഇടയ്ക്ക് ആരോ ചോദിച്ചു താമരയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ താമര ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അതിലേക്ക് നോക്കണില്ല, പക്ഷെ നന്നായി പൂവ് ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ. അങ്ങനെ താമരൊക്കെ നോക്കാതെ വരുമ്പോൾ കേട്ടോ അത്യാവശ്യം പൂവ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ വല്ലാണ്ട് സംസാരിച്ച് വഷളാക്കണില്ല. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ച് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പം നമുക്കൊരു ശല്യം ഉണ്ട്. ആ ശല്യം എന്താ കാണിച്ചത്? ചെരുപ്പ് കൊക്കണ പട്ടി, അടുത്ത വികലാംഗനായ പട്ടി. ഇത് ജനിച്ച സമയത്ത് തൊട്ട് ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ എന്തായാലും അവർ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരം അമ്മ വിളിക്കണം. എനിക്ക് പോയി വന്നു കഴിഞ്ഞാൽ തീരെ വെയ്യാണ്ടേ. അപ്പോൾ എനിക്ക് നാളെ പോവുമാണല്ലോ, അത് കാരണം ഞാൻ പോകണില്ല കേട്ടോ. അപ്പോൾ അമ്മയും അമ്മായി ഒക്കെ വന്നിട്ടുണ്ട്, വല്യമ്മയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ വൈകിട്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ രാവിലെയൊക്കെ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോർക്കല്ല. അപ്പോൾ ഇവൻ പോണത് 2 മണിക്കാണ് കേട്ടോ, ഉച്ചയ്ക്ക്. അപ്പോൾ എന്തായാലും ഇറങ്ങിപ്പോയി. അമ്മയൊക്കെ എന്നെ വിളിച്ചിട്ട് കുറേ വിളിച്ചു, വായോ വായോ പറഞ്ഞപ്പോൾ ഞാൻ വരാത്തതിൻ്റെ ഒരു ശോകത്തിൽ അമ്മ അങ്ങോട്ട് പോയിട്ടോ, അമ്മയച്ഛനും. അപ്പം ഇനി തിരിച്ച് വരുമ്പോൾ ഒരൊറ്റയ്ക്ക് വരണ്ടേ എന്ന് വിചാരിച്ച് ഞാനും ഇരുന്നു. അപ്പോൾ എന്തായാലും അവർ പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും വണ്ടി വന്നു, വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോക്കാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവൻ അങ്ങോട്ട് വരില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ 3 കൂടി ഒരുമിച്ച് പോക്കാവും അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ച് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യണം മറക്കരുത്. ഓക്കേ.